പല വിധത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളാണ് ഞാനിവിടെ നേരിട്ടത്. എന്റെ ജാതി നിരന്തരമായി ചോദിക്കുകയും ലാബില് പൊടി തുടപ്പിക്കല്, MSc MA ക്ലാസ് റൂംസിൽ പൊടി തുടപ്പിക്കല്, വലിയ പെട്ടികൾ ചുമക്കല്, ഇങ്ങനെയുള്ള ജോലികൾ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ. അക്കാദമിക്കായിട്ട് യാതൊരു സഹായവും ചെയ്തിട്ടില്ല. സിനോപ്സിസ് ഒന്ന് തിരുത്തി തരുക പോലും ചെയ്തിട്ടില്ല. കുട്ടികൾ കൂടിയിരിക്കുമ്പോൾ ജാതി ചോദിക്കുകയും ജാതി പറയിപ്പിക്കുകയും പിന്നീട് ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ പല ക്ലീനിങ് ജോലികളും മറ്റും ചെയ്യിക്കലാണ് ഇവിടെ നടക്കുന്നത്. ഡോക്ടർ അരുൺ ബാബു, ഡോക്ടർ ജെയ്നി വർഗീസ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത്തരത്തിൽ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. എന്നെ മാനസിക രോഗി എന്നാണ് അവർ വിളിക്കുന്നത്. കുറച്ച് ആളുകൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോൾ അവരെ അടക്കം അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. രണ്ടായിരത്തി 2024 മാർച്ച് 27 തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ഗവേഷകയായിട്ട് ജോയിൻ ചെയ്തതാണ് ഞാൻ. 2.5 വർഷമായിട്ടും ഇതുവരെ 6 മാസം കൊണ്ട് നടത്തേണ്ട ഡോക്ടറൽ കമ്മിറ്റി എനിക്ക് നടത്തി തന്നിട്ടില്ല. പല വിധത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളാണ് ഞാനിവിടെ നേരിട്ടത്. എന്റെ ജാതി നിരന്തരമായി ചോദിക്കുകയും അങ്ങനെയുള്ള ജാതിയിലുള്ളവർ ചെയ്യേണ്ടതെന്ന് ഇവരുദ്ദേശിക്കുന്ന ചില ജോലികൾ എന്നെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാബില് പൊടി തുടപ്പിക്കല്, MSc MA ക്ലാസ് റൂംസിൽ പൊടി തുടപ്പിക്കല്, വലിയ പെട്ടികൾ ചുമക്കല്, ഇങ്ങനെയുള്ള ജോലികൾ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ. അക്കാദമിക്കായിട്ട് യാതൊരു സഹായവും ചെയ്തിട്ടില്ല. സിനോപ്സിസ് ഒന്ന് തിരുത്തി തരുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഫെലോഷിപ്പ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അരുൺ ബാബു, ഡോക്ടർ ജെയ്നി വർഗീസ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത്തരത്തിൽ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾ കൂടിയിരിക്കുമ്പോൾ ജാതി ചോദിക്കുകയും ജാതി പറയിപ്പിക്കുകയും പിന്നീട് ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ പല ക്ലീനിങ് ജോലികളും മറ്റും ചെയ്യിക്കലാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് മാത്രമല്ല, എനിക്ക് മുമ്പ് ഇവിടെ പല കുട്ടികളും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തെ കാണിച്ചുകൊണ്ട് 1 വർഷം മുമ്പ് ഞാൻ പരാതി കൊടുത്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല. അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയും പിന്നീട് അത് വീണ്ടും ഓരോ പ്രതികാര നടപടിയിലേക്ക് നീങ്ങുകയും എനിക്ക് വേണ്ടി പറയുകയും എന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തെന്നുള്ള പേരിലടക്കം കുട്ടികൾക്ക് മെമ്മോ അടക്കം കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് പ്രൊട്ടസ്റ്റിലേക്ക് പോയി. നിലവിൽ യൂണിവേഴ്സിറ്റി പറയുന്നത് ഞാൻ കൊടുത്ത പരാതിന്മേൽ അന്വേഷണം നടന്നെന്നും SC/ST സെല്ല് റിപ്പോർട്ട് എന്നെ എന്റെ അമ്മയും കാണിച്ചതെന്നാണ്. പക്ഷെ അങ്ങനെ കാണിച്ചെന്നുണ്ടെങ്കിൽ ഇവര് അതിന്റെ മെമ്മോ കാണിക്കണം. ഒഫീഷ്യലായിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മെമ്മോ ഉണ്ടാവും. പക്ഷെ ആ മെമ്മോ ഇവർക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഇവർ നുണ പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്നത് ഞാൻ സിനോപ്സിസ് കൊടുത്തിട്ടില്ലെന്ന്. ഞാൻ സിനോപ്സിസ് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. മാത്രമല്ല CMന് ഇവർ കൊടുത്ത ഒരു മറുപടിയിൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ സിനോപ്സിസ് കൊടുത്തെന്ന്. അങ്ങനെ അവർ പലപ്പോഴും പറയുന്ന പല കാര്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പിന്നീട് പറഞ്ഞു ഡോക്ടർ അരുൺ ബാബു എന്റെ ഗൈഡ് അല്ലെന്ന്. പക്ഷെ ഡോക്ടർ അരുൺ ബാബു ഗൈഡാണെന്ന് ഡോക്ടർ അരുൺ ബാബു തന്നെ സൈൻ ചെയ്തതും ഡോക്ടർ ഭരതൻ ഇവിടുത്തെ രജിസ്ട്രാർ ഒപ്പിട്ടതുമായിട്ടുള്ള രേഖ എനിക്ക് കാണിക്കാൻ പറ്റും. രജിസ്ട്രാർ പറഞ്ഞ ആ നുണയെ അങ്ങനെ പൊളിഞ്ഞു. പിന്നെ പറഞ്ഞു ഡോക്ടർ അരുൺ ബാബുവിന് സ്പെഷ്യലൈസേഷൻ മൈക്രോപ്ലാസ്റ്റിക്കിലല്ലെന്ന്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി ഡോക്ടർ അരുൺ ബാബുവിന്റെ CV ഡൗൺലോഡ് ചെയ്താൽ അതിലേറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ആ നുണയും പൊളിഞ്ഞു. അത്തരത്തിലുള്ള ഭയങ്കരമായിട്ട് നുണയാണ് ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് എന്നെ മാനസിക രോഗി എന്നാണ് അവർ വിളിക്കുന്നത്. ഡെലിഗേറ്റ് സമരത്തിന്റെ ഭാഗമായിട്ട്, സമരത്തിന് മുന്നോടിയായിട്ട് കുറച്ച് ആളുകൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോൾ അവരെ അടക്കം അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. അവരോടൊക്കെ പറഞ്ഞത് ഞാനൊരു മാനസിക രോഗിയാണെന്ന് ആണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഡോക്ടർ ഭരതന്റെ പക്ഷത്തു നിന്നും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നീതി കിട്ടുന്നത് വരെ സമരത്തിന് ഇറങ്ങിയാണ്. ഡോക്ടർ അരുൺ ബാബു, ഡോക്ടർ ജെയ്നി വർഗീസ് ഈ 2 ജാതിവാദികളും വിദ്യാർത്ഥി വിരുദ്ധ സ്വഭാവമുള്ള ആളുകളും രാജിവെക്കണം. അതുപോലെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ച ഡോക്ടർ ഭരതൻ, ഡോക്ടർ KV ശശി എന്നിവരും രാജിവെക്കണം. ഡോക്ടർ KV ശശി സാക്ഷികളെ വിളിച്ച് അവരെ മൊഴി അട്ടിമറിക്കാൻ ശ്രമിച്ചു. പൂർത്തിയാക്കി എന്നെ അമ്മയും കാണിച്ചു എന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് അങ്ങനെ അവർ പറഞ്ഞ ആ റിപ്പോർട്ടിന് വേണ്ടി പിന്നീട് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവർ പല സാക്ഷികളെയും വിളിച്ച് 2025 ഡേറ്റ് ഇട്ട് പുതിയതായിട്ട് തെളിവുകൾ ഉണ്ടാക്കി അന്നേ ഇവർ വെച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ അടക്കം തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരെല്ലാവർക്കും എതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി ഒരിക്കലും ഒരു കുട്ടിക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല.